ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ CAA പറ്റി പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളെ സ്ഥിരമായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടിതമായ രൂപമാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിലപാടില്ല, നയമില്ല. അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ പറയാം പ്രതികരണം എന്ന് പറഞ്ഞു. പിന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അവിടെ പരിപാടിയുടെ സമാപനം കഴിഞ്ഞ മാസം 17 നടന്നപ്പോൾ അതിൽ ഉൾപ്പെടെ ഒരു കാര്യവും പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കൂട്ടാക്കിയില്ല. ഇവിടെ വയനാട് വന്നപ്പോഴും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം CAAയുടെ നിലപാടെന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയില്ല. ഇപ്പോൾ വ്യക്തമായി കോൺഗ്രസിൻ്റെ അജണ്ടയിൽ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റദ്ദാക്കൽ മാത്രമല്ല ഒരു കാര്യവും അവരുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് പരസ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വാർത്ത കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടൊരു ദിവസമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പച്ചയായിട്ട് KPCC പ്രസിഡന്റ് പറഞ്ഞ വാർത്ത വന്ന ദിവസം കൂടിയാണ്. പ്രതിപക്ഷ നേതാവും ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന MM ഹസനും ചേർന്ന് പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വരാൻ സാധ്യതയുള്ള അപകടത്തെ മനസ്സിലാക്കി അവർ കൊടി ഉപേക്ഷിച്ചതുപോലെ തന്നെ ഈ SDPയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിൽ പറഞ്ഞെങ്കിലും അപ്പോഴും പറഞ്ഞു വോട്ട് വേണം എന്ന്. KPCC പ്രസിഡന്റ് യാതൊരു മറയില്ലാതെ പറഞ്ഞു SDP ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് വേണ്ടണം എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രഹസ്യ അജണ്ട അവർ കൈകാര്യം ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഷാഫി പറമ്പിലിൻ്റെ ഷൂട്ടികളല്ലോ, അതാ ഞാൻ പറഞ്ഞത്. സന്ദേശ ജാഗ്രത നടത്തി അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റണ്ടാണ്. ഞങ്ങൾ കൃത്യമായിട്ടൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത് 22ാം പാർട്ടി കോൺഗ്രസ്, 23 കഴിഞ്ഞ് 24ാം പാർട്ടി കോൺഗ്രസ്സാണ് ഇനി പോകേണ്ടത്. 22ാം പാർട്ടി കോൺഗ്രസ് തൃശ്ശൂരിൽ സമാപിച്ചപ്പോൾ ആ സമാപന സമ്മേളനത്തിൽ CPIMൻ്റെ അന്നത്തെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഒരക്രമ സംഭവത്തിനും ഞങ്ങൾ മുൻകൈയെടുക്കില്ല. മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ വകവരുത്തുന്ന സ്ഥിതി കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം പോലും നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ഷാഫി പറമ്പിൽ ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടക്കുകയാണ്. ഞങ്ങൾ സമാധാനപരം അതിനുശേഷം നടന്ന കൊലപാതകങ്ങളുണ്ടായല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു. അതൊക്കെ ആരെല്ലാം ഒപ്പം നിന്നിട്ടുണ്ടാവും ആളുകൾ. നിങ്ങളെല്ലാം ഒപ്പം നമ്മളെല്ലാം നിൽക്കുന്നില്ല. നിങ്ങളെല്ലാം എന്താണെന്ന് ആയിക്കറിയാം. ഇല്ലേ, നിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഇല്ല, ഒരു ബന്ധമില്ല. പാർട്ടി കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ്. പാർട്ടി സഖാക്കളെ അടിച്ച കേസിലെ പ്രതികളാണ്. പാർട്ടി സഖാക്കളെ തന്നെ മർദ്ദിച്ച കേസിലെ കോടതിയിൽ ഇപ്പോഴും നിലവിൽ കേസുണ്ട്. അപ്പോൾ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാന്ന് മാത്രമല്ല, പാർട്ടി മുമ്പേ തന്നെ, ഇപ്പോഴൊന്നുമല്ല, മുമ്പേ തന്നെ തള്ളിപ്പറയുകയും പാർട്ടി സഖാക്കളെ തന്നെ കടന്നാക്രമിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സൈസ് വിഭാഗമാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അല്ലെ പാർട്ടി ആയുധം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒക്കെ തെറ്റായ പ്രചാരവേലയാണ്. അതിലൊന്നും ജനങ്ങളിൽ നിന്ന് ദേഷ്യമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം, ഞങ്ങൾ ഒരു സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവരുത് എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. ആരോടൊക്കെയാണ് നിന്നിട്ടുള്ളതൊന്നും പറയാൻ സാധിക്കില്ല. വേക്കൻസി വരുമ്പോൾ തിരിച്ചെടുക്കണം എന്നാണ് ഇന്നത്തെ പത്രത്തിൽ കാണുന്നത്. വേക്കൻസി വരുമ്പോൾ തിരിച്ചെടുക്കും തന്നെയാണ് അവർ പറയുന്നത്. അധികൃതരോട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വേറെ വിഷയമാണ് ഏത്
ഷിബു ബേബി ജോൺ എന്നല്ല പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന മേഘ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് CPM സംഭാവന വാങ്ങി എന്നുള്ള ആരോപണം ഷിബു ബേബി ജോൺ അസംബന്ധങ്ങൾ പറയുന്നതിനോട് ഞാൻ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? അത് വാങ്ങിയെന്ന് പറഞ്ഞോ? പിന്നെ എവിടെ നിങ്ങൾ സംഭാവന വാങ്ങിയെന്നുള്ള കാര്യം പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വേറെ ഇവർക്ക് ഒന്നും പറയാനില്ല. വേറെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഒന്നും പറയാൻ കഴിയാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പൗരത്വ ഭേദ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊന്നും പ്രതികരിക്കേണ്ട കാര്യം തന്നെയില്ല. ഞങ്ങൾക്ക് ഫണ്ടൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഫണ്ടെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ കണക്കപ്പെടാതെ പണിയൊന്നുമില്ല. കണക്കപ്പെടാതെ ഒരു പൈസയില്ല. എല്ലാം കണക്കപ്പെട്ട തന്നെയാണ്. വിളിച്ചോട്ടെ, എത്ര പ്രാവശ്യം ചോദിക്കും? എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യുക? ഇനി ഞങ്ങൾക്കതിൽ ഉൾക്കേണ്ടിയൊന്നുമില്ല. ഞങ്ങളെ പേടിപ്പിക്കാൻ നടക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തെളിവുമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ രാവിലെ വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോഴാണ് ഈ ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് രാവിലെ മുതലേ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെയെല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-നെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ്. അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട്. കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആ തെളിവല്ല നിങ്ങളിങ്ങനെ തെളിവ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. തെളിവ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് ശരിയല്ലേ? ആ അക്കൗണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലത്തെ ഇൻകം ടാക്സും കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. അതിന് ഞങ്ങൾക്ക് മുമ്പിൽ പ്രശ്നമൊന്നുമില്ല. ആദ്യം കെജ്രിവാളെ ജയിലിൽ കിടക്കില്ല, പിന്നെ ഇവിടെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന പ്രശ്നം അതായത് മനസ്സിലായില്ലേ? കെജ്രിവാളിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഇവിടെ വന്നിട്ട് CPM-ൻ്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ എന്താ കാര്യം?